നമസ്തേ, യോഗ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് വെയിറ്റ് ലോസിന് എഫക്റ്റീവ് ആകുന്ന കുറച്ച് എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ കാഫ് റേസ് വെച്ചാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അല്ലെങ്കിൽ താടാസന സ്ട്രെച്ചിങ് എന്ന് യോഗയിൽ പറയുന്ന അതേപോലത്തെ പ്രാക്ടീസ് തന്നെയാണ്. ശ്വാസം എടുക്കുമ്പോൾ രണ്ട് കൈകളും മുകളിലോട്ട് ഹീൽസ് ഉയർത്തി ഒരു സെക്കൻഡ് അവിടെ ബാലൻസ് ചെയ്ത് ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു 10 to 15 ടൈംസ് ചെയ്യാം. ഇൻഹെയിൽ ചെയ്ത് കൈ മുകളിലോട്ട് ഹീൽസ് ഉയർത്തി കൊടുത്തു. എക്സെയിൽ ചെയ്ത് താഴേക്ക്. കൈ ഉയർത്തുമ്പോൾ നന്നായിട്ട് ആ സ്ട്രെച്ച് ഫീൽ ചെയ്യണം. മേലെ നിന്ന് ഒരാൾ പിടിച്ച് വലിക്കുന്ന പോലത്തെ ഒരു സ്ട്രെച്ച് ആയിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത്. ഇൻഹെയിൽ ചെയ്ത് കൈ മുകളിലോട്ട്, എക്സെയിൽ ചെയ്ത് റിലീസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ബിഗിനേഴ്സിന് കാൽ ഉയർത്തിയിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കാൽ ഉയർത്താതെ തന്നെ കൈ കൊണ്ട് മാത്രം രണ്ട് കൈകൾ ഉയർത്തിയിട്ട് ആ സ്ട്രെച്ച് ഫീൽ ചെയ്യാവുന്നതാണ്. കാഫിന് നമ്മൾക്ക് അതുപോലെ തന്നെ ഓരോ ജോയിൻസിനും സ്ട്രെച്ച് ഫീൽ ചെയ്യും. ഇത് തന്നെ ഒരു നല്ലൊരു വാമപ്പ് പ്രാക്ടീസായിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നുണ്ടാവണം. ഇവിടെ ഞാനൊരു 10 മുതൽ 15 കൗണ്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റത്തെ അതിലൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് എക്സെയിൽ ചെയ്ത് റിലീസ് ചെയ്തു. ഓക്കെ, രണ്ടാമത്തെ പ്രാക്ടീസ് ജമ്പിങ് ജാക്സ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രാക്ടീസ് ആയിരിക്കും. ഇൻഹെയിൽ ചെയ്ത് കൈ മുകളിലോട്ടും കാലുകൾ അകത്തിയും വെക്കണം. എക്സെയിൽ ചെയ്യുമ്പോൾ താഴേക്ക്. ഓക്കെ, ആ രീതിയിലാണ് ബ്രീത്തിങ്ങിൽ ശ്രദ്ധിച്ച് ചെയ്യുന്നെങ്കിൽ ചെയ്യേണ്ടത്. അപ്പോൾ ശ്വാസം എടുത്ത് കൈ മുകളിലോട്ടും വിട്ടുകൊണ്ട് താഴേക്കും. ഇനി നീ പെയിനോ ബാക്ക് പെയിനോ അങ്ങനെ എന്തെങ്കിലും സിവിയർ ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതി ഞാനിത് കഴിഞ്ഞിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ആ രീതിയിൽ മാത്രം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതല്ല വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജമ്പിങ് ജാക്സ് ചെയ്യാവുന്നതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രാക്ടീസാണ്. ഞാനിവിടെ ഒരു 30 റൗണ്ടോളം അല്ലെങ്കിൽ 30 എണ്ണമാണ് ചെയ്തിട്ടുള്ളത്. ചെയ്ത് കഴിഞ്ഞപ്പോൾ കാലുകൾ വൈഡ് ചെയ്തു. മൂക്കിലൂടെ ശ്വാസം എടുത്ത് വായ തുറന്ന് എക്സെയിൽ ചെയ്തു. ഇൻഹെയിൽ ചെയ്യുന്നത് മൂക്കിലൂടെ, എക്സെയിൽ ചെയ്യുന്നത് വായ തുറന്ന്. ഓക്കെ, അപ്പോൾ അധികം നേരം നമ്മൾ ബ്രേക്ക് എടുക്കുന്നില്ല. അതിന് മുന്നേ അടുത്ത പ്രാക്ടീസിൽ പോകുന്നതിന് മുന്നേ ഇങ്ങനെ ജമ്പ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയേഷൻ കൂടി ഞാൻ പറഞ്ഞു തരാം. ഈ രീതിയിൽ കാലുകളും കൈകളും അകത്തിയിട്ട് നിങ്ങൾക്ക് ഇത് ബിഗിനേഴ്സിന് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നീ പെയിനോ മറ്റോ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് ജമ്പിങ് ജാക്സ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൂടി കാണിച്ചു തന്നുകൊണ്ട് മൂന്നാമത്തെ പ്രാക്ടീസിലോട്ട് കടക്കുകയാണ്. മൂന്നാമത്തെ പ്രാക്ടീസ് എന്ന് പറയുമ്പോഴത്തേക്കും ലഞ്ചസ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സൂര്യ നമസ്കാരയിലൊക്കെ ചെയ്യുന്ന അശ്വസഞ്ചാലന ആയിട്ടൊക്കെ വേണമെങ്കിൽ ഉപമിക്കാം. പക്ഷെ എക്സാക്ട്ലി അതല്ല. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അവിടെ ഈ ഒരു രീതിയിൽ കാലുകൾ വൈഡ് ചെയ്ത് മുന്നോട്ട് വെച്ചു. ദെൻ ബാക്കിലെ കാൽമുട്ട് താഴോട്ട് കൊണ്ടുവരുന്ന രീതിയിൽ എക്സെയിൽ ചെയ്ത് ഇൻഹെയിൽ ചെയ്ത് നേരെ വരിക. അപ്പോൾ ആ രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ ബ്രീത്തിങ്ങിൽ റിപ്പീറ്റായിട്ട് ചെയ്തു പോയിക്കോളൂ. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പൊസിഷൻ കറക്റ്റായിരിക്കണം. റഫ്ലി പറഞ്ഞാൽ ഫ്രണ്ടിലെ നമ്മളുടെ കാൽമുട്ടിന് താഴെ ഹീല് വരുന്ന രീതിയിലും, പിന്നെ ബാക്കിൽ ഹിപ്പിന് താഴെ നീ വരുന്ന രീതിയിലും എന്ന് വേണമെങ്കിൽ പറയാം. വല്ലാതെ കാൽമുട്ട് മുന്നോട്ട് ആയി പോവരുത്. മുൻപിലത്തെ കാൽമുട്ട് ടോസിനെക്കാളും മുന്നോട്ട് പോവരുത്. കാലിൻ്റെ വിരലിനെക്കാട്ടും മുന്നോട്ട് പോവരുത്. അത് ശ്രദ്ധിക്കുക. ഈ രീതിയിലിരിക്കുക. ലോവർ ബോഡിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രാക്ടീസാണ് കേട്ടോ ലഞ്ചസ്. ഇനി അതുപോലെ തന്നെ എതിർവശവും നമുക്ക് ചെയ്യാം. കാല് വൈഡ് ചെയ്ത് വെച്ചു. ദെൻ കംഫർട്ടബിളായിട്ട് നിന്നു. ശേഷം ഈ രീതിയിൽ ശ്വാസം വിട്ടിരിക്കുക, ഇൻഹെയിൽ ചെയ്ത് എഴുന്നേൽക്കുക. ആ രീതിയിലാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ എല്ലാ പോയിൻറ്റ്സും ശ്രദ്ധിക്കുക, പൊസിഷൻ ശ്രദ്ധിക്കുക. ബിഗിനിങ്ങിലൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ബാലൻസിങ് കിട്ടാതെയൊക്കെ തോന്നാം. എനിക്കങ്ങനെ ബിഗിനിങ്ങിൽ ചെയ്തപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്കത് റെഡി ആയിട്ട് വന്നോളും. ഞാൻ പറഞ്ഞതുപോലെ 10 മുതൽ 15 റൗണ്ടാണ് ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കതിൽ കൂടുതൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇനി അത്ര എണ്ണം സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പതിയെ കൗണ്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കുക. ടോട്ടൽ ബോഡിക്ക് യൂസ്ഫുൾ ആണെങ്കിലും പ്രത്യേകിച്ച് ലോവർ ബോഡി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രാക്ടീസാണ് കേട്ടോ ഇത്. അപ്പോൾ ആ രീതിയിൽ അതൊരു 15 എണ്ണം കംപ്ലീറ്റ് ചെയ്തു. ഡീപ്പായിട്ട് ഒന്ന് ചെറിയൊരു ബ്രേക്കിന് വേണ്ടിയിട്ട് ഡീപ്പായിട്ട് ഇൻഹെയിൽ എക്സെയിൽ ചെയ്തു. ദീർഘമായ ശ്വാസം എടുത്ത് ദീർഘമായ ശ്വാസം വിട്ടു. ആ രീതിയിലൊരു 3 to 5 ടൈംസ് ഇൻഹെയിൽ എക്സെയിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രാക്ടീസിലോട്ട് നമുക്ക് കടക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ക്വാഡ്സ് ആണ്. സ്ക്വാഡ്സിന് വേണ്ടി കാലുകൾ ഷോൾഡർ വിട്ടിൽ അകത്തി വെച്ചു. കൈകൾ മുൻപിൽ നീട്ടി വെച്ച് കൈപ്പത്തി ഇങ്ങനെ കൈവിരലുകൾ ഫിംഗേഴ്സ് ഇൻ്റർലോക്ക് ചെയ്ത് ചേർത്ത് പിടിച്ചേക്കാണ്. എക്സെയിൽ ചെയ്ത് ഒരു ചെയറിലിരിക്കുന്ന പോലെ ഇരിക്കുക. ഇൻഹെയിൽ ചെയ്ത് നേരെ വരിക. ഓക്കെ, ആ രീതിയിലാണ് ചെയ്യേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും നീ ടോസിനേക്കാളും പുറത്തോട്ട് പോകാൻ പാടില്ല. അതുപോലെ മാക്സിമം സ്പൈൻ സ്ട്രെയിറ്റ് ചെയ്ത് ഇരിക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്.
ഓക്കെ. ഹിപ്പ് താഴ്ത്തി ഇരിക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. വല്ലാതെ മുന്നോട്ട് ആഞ്ഞു പോകാനായിട്ടും പാടില്ല. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞത് മുട്ട് കാലിൻ്റെ വിരലിൻ്റെ പുറത്തോട്ട് ഓവറായിട്ട് പോകാനും പാടില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം സ്ക്വാട്സ് ചെയ്യാനായിട്ട്. പല വേരിയേഷൻസിൽ സ്ക്വാട്സ് ചെയ്യാൻ പറ്റും. സുമോ സ്ക്വാട്സും മറ്റുമൊക്കെ ലോവർ ബോഡിക്ക് എഫക്റ്റീവാണ്. അപ്പോൾ ഇതൊരു 10 to 15 ടൈംസ് ആണ് ഞാൻ ചെയ്തത് ഇവിടെ. ഡീപ്പായിട്ട് ഇൻഹെയിൽ എക്സെയിലും ചെയ്തിട്ട് റിലാക്സ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ ക്വിക്കായിട്ട് പെട്ടെന്ന് ഒരു 5 മിനിറ്റ്സിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് എന്നോ വാമപ്പ് എന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെടുക്കാം. വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്ക് വളരെ 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 എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞതുപോലെ സിവിയറായിട്ട് എന്തെങ്കിലും നീ പെയിൻ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാത്തവർക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം തന്നെ കാണാം. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നമസ്തേ.